കെ മുരളീധരന്റെ അതൃപ്തി അദ്ദേഹം പരസ്യമായി വീണ്ടും പ്രകടിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ കോഴിക്കോട് അല്പസമയം മുമ്പ് കണ്ടത്. ഇനി ഒരു പദവിയിലേക്കും താനില്ല, ഒരു സീറ്റും തനിക്ക് വേണ്ട എന്ന് തുറന്നടിക്കുകയാണ് കെ മുരളീധരൻ. ഇത് അച്ചടക്ക ലംഘനമല്ലേ, ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തകൻ ഇങ്ങനെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും അച്ചടക്കമേ തനിക്കുള്ളൂ എന്നും പറഞ്ഞു വെക്കുമ്പോൾ എത്രമാത്രം അതൃപ്തി ഉള്ളിലുണ്ട് കെ മുരളീധരന്റെ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മേഘ ഒരിക്കൽ കൂടി ചേരുകയാണ്. മേഘ, പറഞ്ഞതിലൊന്നും മാറ്റമില്ല, ഇനി തൽക്കാലത്തേക്ക് പൊതുരംഗത്തേക്ക് ഇനിയിപ്പോൾ ആര് അനുനയിപ്പിക്കാൻ വന്നാലും ഈ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു വെക്കുമ്പോൾ അത്രമാത്രം മുറിവേറ്റിട്ടുണ്ട് മുരളീധരന്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു വികാരം വടകരയിൽ നിന്ന് തന്നെ തോൽപ്പിക്കാനായ ഒരു നേർച്ചക്കോഴിയാക്കി തൃശ്ശൂരിലേക്ക് എത്തിച്ച് കാലുവാരി എന്നതാണ്. മനു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനിരിക്കെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയപ്പോഴാണ് മുരളീധരനെ ഈ വീട്ടിൽ ഇങ്ങനെ കണ്ടത്. ഏകദേശം അതേ ശരീരഭാഷയോടുകൂടി അത്ര തന്നെ അസ്വസ്ഥനായാണ് മുരളീധരനെ ഇന്നും കാണാൻ സാധിച്ചത്. കൃത്യമായി തന്നെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു തന്റെ ഭാഗത്താണ് തെറ്റ്. അതായത് വടകരയിൽ നിന്നും തൃശ്ശൂരിൽ മത്സരിക്കാം എന്ന തീരുമാനം പാർട്ടി എടുത്തപ്പോൾ അതിന് ഒപ്പം നിന്നു എന്നത് തന്റെ തെറ്റാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. അതിനൊപ്പം തന്നെ മനു പോലെ തന്നെ ഇത്രയൊക്കെ അച്ചടക്കം മതി, അതായത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുണ്ടോ എന്ന ചോദ്യത്തോട് ഇത്രയൊക്കെ അച്ചടക്കം മതി എന്ന മറുപടി കൂടിയാണ് മുരളി നൽകിയത്. ഏതായാലും ഈ തൃശൂർ DCC ഓഫീസിൽ ഉണ്ടായ കയ്യാങ്കളിയിൽ ഒരു അന്വേഷണ കമ്മീഷന്റെയും ആവശ്യം ഇല്ല എന്ന് മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ഒരുപാട് അന്വേഷണ കമ്മീഷനെ താൻ കണ്ടിട്ടുണ്ട്. ഈ തർക്കങ്ങൾ ഉണ്ടായാൽ അന്വേഷണ കമ്മീഷൻ വെക്കും, അത് വീണ്ടും തർക്കങ്ങളിലേക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത് വീണ്ടും മറ്റ് തർക്കങ്ങളിലേക്ക് പോകും. ഒരു തർക്കം കൂടാനുള്ള ഒരു വഴി മാത്രമാകും ഈ അന്വേഷണ കമ്മീഷൻ. അതുകൊണ്ട് അതിൽ തനിക്ക് വിശ്വാസമില്ല എന്നും മുരളീധരൻ പറയുന്നു. ഏതായാലും പൂർണ്ണമായും അസ്വസ്ഥനായിട്ടാണ് മുരളീധരനെ ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഈ തൃശ്ശൂരിൽ അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കിടയിൽ ഉണ്ടാകുമ്പോൾ അത് വീണ്ടും ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കും. പോസ്റ്റർ യുദ്ധം വേണ്ട, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മേഘ, ഈ നിലവിലെ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട എന്ന് പറയുന്നുണ്ട് കെ മുരളീധരൻ. അതായത് UDF നല്ല വിജയം നേടിക്കൊടുത്ത നേതാവാണ്, അതുകൊണ്ട് മാറ്റേണ്ട എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ്റെ വാക്കുകൾ ചെന്ന് കൊള്ളുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ക്യാമ്പിലേക്കാണ്. കാരണം സുധാകരനെ മാറ്റണം എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ എന്നൊരു ആഗ്രഹമുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ ക്യാമ്പിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ വാക്കുകൾ ചെന്ന് കൊള്ളുന്നത് സതീശിൻ്റെ പക്ഷത്തേക്കാണ്. മനു, കൃത്യമായി തന്നെ മുരളീധരൻ അത് പറയുന്നുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ നല്ല വിജയം UDF-ന് ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് കെ സുധാകരനാണ്. അത് കഴിഞ്ഞ തവണ അതിന്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ഏതായാലും മുരളീധരൻ അത് പറഞ്ഞു വെക്കുന്നു, കെ സുധാകരനാണ് ഇതിനു പിന്നിൽ. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ സുധാകരനെ മാറ്റേണ്ട ആവശ്യം ഇല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനം മുരളീധരൻ ആവശ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് ആരൊക്കെ അർഹനാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അത് സുധാകരനാണ് ഇപ്പോൾ എന്തുകൊണ്ടും യോഗ്യൻ എന്നാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. അത് കൃത്യമാണ്. കാരണം ഈ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് VD സതീശൻ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, ഒറ്റയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന ആക്ഷേപമൊക്കെ തന്നെയും നിലനിൽക്കുമ്പോഴാണ് അത് പൂർണ്ണമായും സുധാകരൻ അവകാശപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള പ്രതികരണം മുരളീധരൻ നടത്തുന്നത്. ഈ പ്രശ്നം, അതായത് തോൽവിക്ക് പിന്നാലെ കോഴിക്കോട്ടെത്തിയ മുരളീധരൻ ഒരാളെയും കാണാൻ വിസമ്മതം അറിയിക്കുകയായിരുന്നു. എന്നാൽ കൃത്യമായി തന്നെ സുധാകരൻ മുരളീധരന്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചുകൊണ്ട് മുരളിയെ മൊബൈൽ കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തുന്നു, മുരളിയുമായി ചർച്ച നടത്തുന്നു. ഏതായാലും സുധാകരൻ മാത്രമാണ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടുകൊണ്ട് മുരളിയോട് സംസാരിക്കുകയും ചെയ്തത്. ഒരു പക്ഷേ ഇതെല്ലാം മുരളിയുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. ഏതായാലും അതായത് കഴിഞ്ഞ ഇടയ്ക്കൊന്നും കാണാത്ത തരത്തിൽ അസ്വസ്ഥനായാണ് മുരളീധരന്റെ വാക്കുകളെ വായിച്ചെടുക്കേണ്ടത്. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു, തൃശ്ശൂരിൽ ഇനി ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല, ഒരു അന്വേഷണ കമ്മീഷനും വേണ്ട, പക്ഷേ താൻ വീട്ടിലിരുന്നോളാം. കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു എപ്പോൾ വേണമെങ്കിലും മുരളിക്ക് BJP-യിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിരുന്നു. അതിനേക്കാൾ നല്ലത് താൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് എന്ന് ആ വീടിന്റെ മുൻഭാഗം കാണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാര്യങ്ങൾ രസകരമാണ്. കെ മുരളീധരൻ തന്റെ അതൃപ്തി വീണ്ടും പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്.